ശേഷം പറയുന്നത് ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നമസ്കാരം. ഒരു സന്ദർഭങ്ങളിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആരാധനയാണ് നമസ്കാരം. ചില സന്ദർഭങ്ങളിൽ അതിന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായി ഒരു അവസ്ഥയിലും മനുഷ്യന് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കർമ്മമായിട്ടാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമസ്കാരക്കാർക്ക് നാശം എന്നാണ് പടച്ചവനോട്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, എന്താണ്? അവരാ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. എന്താണ് നമസ്കാരമെന്നോ ആ നമസ്കാരത്തിന്റെ ഗൗരവത്തെയോ ഉൾക്കൊള്ളാതെയാണെന്ന് അവർ നമസ്കരിക്കുന്നത്. കേവലം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രം മനുഷ്യരെ കാണിക്കാനായി. ശേഷം പറയുന്ന ആയത്തതാണ് അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്, അല്ലാതെ പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല. പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, പടച്ചോൻ ഇത് സ്വീകരിക്കണമെന്ന നിയത്തിലാണ് അവർ നമസ്കരിക്കുന്നത് എങ്കിൽ അവർ അനാഥരെ പരിഗണിക്കുമായിരുന്നു. അവർ സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ അവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയേനെ. അതല്ല, ഇവർ നമസ്കരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അവസാനത്തെ ആയത്ത് പടച്ചോൻ പറഞ്ഞു വെക്കുന്നത് വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരാണ് ഇവരെന്ന്. കേവലമായ അയൽവക്ക ബന്ധങ്ങളിലൂടെ, ബന്ധുത്വത്തിലൂടെ നമുക്ക് നൽകാൻ പറ്റുന്ന ചെറിയ ചെറിയ പരോപകാര വസ്തുക്കൾക്ക് പോലും മുടക്കം വരുത്തുന്ന ആളുകൾ മതത്തെ കളവാക്കിയവരായിട്ടാണ് പടച്ചോൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കേവലമായ കുറച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല, അവർക്ക് നാശമെന്നാണ് പടച്ചോൻ ഇവിടെ പറയുന്നതെങ്കിൽ ഇതിൽ പരം മാനവികതയുണ്ടോ? അനാഥരെ സംരക്ഷിക്കാൻ, പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുക, അതിനുശേഷം നീ എൻ്റെ മുമ്പിൽ നമസ്കരിച്ചാൽ മതി, എനിക്ക് വേണ്ടി കുമ്പിട്ടാൽ മതി, എനിക്ക് സാഷ്ടാംഗം ചെയ്താൽ മതി എന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവികമായ മൂല്യങ്ങളുള്ള ആ ഒരു ദൈവിക ഗ്രന്ഥത്തെ നമുക്ക് എവിടെ ദർശിക്കാൻ കഴിയും?